രാക്ഷസി പ്രണയം. രചന കൺമണി. അവതരണം സാലിം കരുളായി. ക്ഷമിക്കാം കമലമ്മേ, എല്ലാം ക്ഷമിക്കാം. ഒറ്റ കാര്യം അയാൾ എനിക്ക് തിരികെ തരണം. എൻ്റെ മാനം. അയാൾ പിച്ചു ചീന്തി എൻ്റെ ശരീരത്തിൻ്റെ പരിശുദ്ധി അത് തിരികെ തരാൻ പറ്റുമോ അയാൾക്ക്? ക്ഷമിക്കാൻ പറയാൻ എളുപ്പമാ, വളരെ കുറച്ച് വാക്കുകൾ മതി. പക്ഷേ മുറിഞ്ഞ് നോവേറ്റ് എൻ്റെ മനസ്സിന് ഉണക്കാനോ തണുപ്പിക്കാനോ ആരുടെയും കണ്ണീരിനും ആവില്ല. അയാൾ കരഞ്ഞതിൻ്റെ 1000 മടങ്ങ് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഇന്ന് നീറി കഴിയുന്നുണ്ട്. അതൊക്കെ കമലമ്മക്ക് മനസ്സിലാവണമെങ്കിൽ എൻ്റെ അവസ്ഥ അനുഭവിക്കണം. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവരിൽ നിന്നും വെട്ടിത്തിരിഞ്ഞു നിന്നു. ആരെയും ന്യായീകരിക്കാനല്ല കുഞ്ഞെ, പ്രത്യേകിച്ച് റാമിന്. അതിനവനുള്ള അർഹതയില്ലെന്ന് അറിയാം. മോൾ അതൊക്കെ വീട്, ഈ പാല് കുടിക്ക്. ഇന്നൊന്നും കഴിച്ചില്ല. ഇനിയും കഴിക്കാതിരുന്ന മോള് ക്ഷീണം കൊണ്ട് ഇനിയും തളർന്നു വീഴും. എനിക്ക് വേണ്ട കമലമ്മേ, എല്ലാം കൊണ്ടും വയറു നിറഞ്ഞാൽ ഞാൻ ഇരിക്കണേ. പറ്റില്ല മോൾ, ഈ കമലമ്മയ്ക്ക് എന്തെങ്കിലും വില നൽകുന്നുണ്ടെങ്കിൽ ഈ പാല് കുടിക്കണം. ഞാനിവിടെ ഉള്ളപ്പോൾ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെ പട്ടിണി കിടാൻ ഞാൻ സമ്മതിക്കില്ല. അവരുടെ വിശപ്പ് കൊണ്ടാണ് മോളെ ഇങ്ങനെ തളർന്നു പോകുന്നത്. ഇനിയും ആ കുഞ്ഞുങ്ങളെ പട്ടിണി കിടല്ലേ മോളെ, അത് പാപാണ്. മോൾ ഈ പാല് കുടിക്ക്. അവളോട് ചുണ്ടോട് അടുപ്പിച്ച് കൊടുത്ത് അവരവളെ നോക്കി. അവരെ എതിർക്കാതെ ആ പാല് കുടിച്ചുകൊണ്ട് അവൾ ബെഡിലേക്ക് പോയി കിടന്നു. അവശത അലത്തുന്നത് കൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് മയങ്ങിപ്പോയിരുന്നു. അവൾ മയങ്ങിയെന്ന് മനസ്സിലായപ്പോൾ റാമും അവൻ്റെ റൂമിലേക്ക് പോയി. അവൾ പറഞ്ഞ ഓരോ വാക്കും അവനെ നെഞ്ചിലേക്ക് തറച്ച് കയറിയിരുന്നു. അതെല്ലാം താൻ കേൾക്കാൻ ബാധ്യസ്ഥനാണെന്ന് അറിയാവുന്നത് കൊണ്ട് അവന് പരാതി ഏതുമില്ലായിരുന്നു. മെല്ലെ ബാൽക്കണിയിലെ ചെയറിലിരുന്ന് കണ്ണുകൾ അടക്കുമ്പോൾ കൺകോണിലൂടെ മെഴുന്നീർത്തുള്ളി താഴേക്ക് ഓടി മറിഞ്ഞിരുന്നു. പിറ്റേന്ന് നേരം വെളുത്തുണർന്ന് ഫ്രഷായ റൂമിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടു ആരോടോ ചിരിച്ച് സംസാരിക്കുന്ന കമലമ്മയെ. ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ ആരും ഇവിടേക്ക് വന്നിട്ടില്ല. പിന്നെ ആരാണാവും? ഡിസൈൻ ചെയ്ത ഗ്ലാസ് വാൾ കാരണം അപ്പുറത്തുള്ള ആളെ അവൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. പതിയെ അവർക്ക് അരികിലേക്ക് പോയപ്പോഴാണ് അവിടെ ഇരിക്കുന്ന റാമിനെ കണ്ടത്. അവരവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അവിടേക്ക് പോകില്ലായിരുന്നു. അവനെ കണ്ടതും അവൾ അപ്പോൾ തന്നെ തിരിഞ്ഞു നടന്നു. പക്ഷേ അവളെ കണ്ട റാമിൻ്റെ മിഴികൾ അവളെ തേടിയെത്തിയതും അവൻ്റെ നോട്ടം കണ്ട് കമലമ്മയും കൂടെ ധൃതിയും അവിടേക്ക് നോക്കി. മോളെ എഴുന്നേറ്റോ? വാ, ഞാൻ ഇപ്പം ചായ എടുക്കാം. ധൃതി, ഞാൻ മോൾക്ക് ചായ എടുത്തിട്ട് വരാവേ. അത് പറഞ്ഞ് കമലമ്മ കിച്ചണിലേക്ക് പോയി. കമലമ്മയുടെ ധൃതി എന്നുള്ള വിളിയിൽ വന്നത് ആരാണെന്ന് അവൾക്ക് മനസ്സിലായിട്ടും അവിടേക്ക് നോക്കാതെ മുറിയിലേക്ക് പോകാൻ നടന്നവളെ ധൃതി വിളിച്ചു. അഗ്നിത, ഞാൻ തന്നെ കാണാനാ വന്നേ. എനിക്ക് സംസാരിക്കാനുണ്ട്. ഒരു 10 മിനിറ്റ് എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാമോ പ്ലീസ്? അവരവളുടെ അരികിലേക്ക് നടന്നു ചെന്ന് ചോദിച്ച് അവളുടെ മുന്നിൽ പോയി നിന്നു. എനിക്ക് ആരോടൊന്നും സംസാരിക്കാനില്ല, ഒന്ന് കേൾക്കുകയും വേണ്ട. നിത പ്ലീസ്, ഒന്ന് കേൾക്കടൂ. ഞാൻ അത്രയ്ക്ക് അന്യനാണോ? എനിക്കറിയാം റാമിനോടുള്ള ദേഷ്യമാണ് തനിക്ക് എന്നോടൊന്ന്. ഞാൻ അറിഞ്ഞിരുന്നില്ല നിത ഒന്നും. അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ലായിരുന്നു. ആർക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കാനാ വന്നേക്കുന്നേ? ഫ്രണ്ടിന് വേണ്ടിയോ? എനിക്ക് വേണ്ടി ഒരു അനിയത്തി കുട്ടിയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇവൻ്റെ ഭാര്യ ആയത് മുതൽ നിനക്ക് വേണ്ടി വാദിച്ചിട്ടേ ഉള്ളൂ. ഒരേടനായി കരുതിക്കൂടെ നിനക്ക്? കമലമ്മയോടും ശ്യാമിനോടും ദേഷ്യമില്ലെങ്കിൽ എന്നോടും വേണം. റാമിൻ്റെ ഫ്രണ്ട് എന്നൊരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഫ്രണ്ടായി പോയില്ലേ? ആറ്റിക്കൊണ്ടുപോയി കളയാൻ പൂച്ചക്കുഞ്ഞോ മുയൽക്കുഞ്ഞോ അല്ലല്ലോ. ഡാ, അവൻ്റെ സംസാരം കേട്ട് റാമിൻ്റെ കണ്ണ് തള്ളിപ്പോയിരുന്നു. ആദ്യം ഗൗരവത്തോടെ സംസാരിച്ച് പിന്നെ അതൊരു താഴ്മയിലേക്ക് വന്ന് അവസാനം എന്നത്തെയും പോലെ അവൻ്റെ സ്ഥിരം ഹാസ്യത്തിലേക്ക് അത് എത്തിക്കഴിഞ്ഞിരുന്നു. നീ പുറത്തെണ്ടി, ഇത് ഞാൻ എൻ്റെ പെങ്ങളും തമ്മിലുള്ള ബിസിനസ്സാണ്. അതിൽ അന്യർക്ക് എൻട്രി ഇല്ല, എക്സ്പെഷ്യലി യു. അല്ലേ നിതുട്ടി? അതിനവൾ അവനെ ദഹിപ്പിച്ച് നോക്കുന്നത് കണ്ട് അവൾക്ക് നേരം മുഖം കുനിച്ച് നിന്നു. പ്ലീസ് നാറ്റിക്കരുത്. അവന് മുന്നിൽ വെല്ലുവിളിച്ചതാണ്. നിന്നെ മയക്കി കുപ്പിയിലാക്കുമെന്ന്. മാനം കളയരുത് പ്ലീസ്. അവളോട് ഒറ്റക്കണ്ണിറക്കി അവൾക്ക് മാത്രം കേൾക്കാവുന്ന രീതിയിൽ പറഞ്ഞ് നിവർന്നു നിന്നുകൊണ്ട് കുറച്ച് ഗമയിൽ നെളിഞ്ഞു നിന്ന് റാമിനെ നോക്കി. ധൃതിയെ നോക്കി കണ്ണ് കൂർപ്പിച്ചുകൊണ്ട് റാം ചവിട്ടുതുള്ളി മുകളിലേക്ക് പോകുന്നത് കണ്ട് നിതയും ധൃതിയും അവനെ നോക്കി. അവൻ്റെ പോക്ക് കണ്ട് കിളി പോയ പോലെ നിൽക്കുന്ന ധൃതിയെ കണ്ട് നിതയ്ക്ക് ചിരി വന്നെങ്കിലും അവളത് പുറത്ത് കാണിച്ചില്ല. നിത, തനിക്ക് എന്നോടും ദേഷ്യമാണോ? ഇപ്രാവശ്യം അവനത് ചോദിക്കുമ്പോൾ അവൻ്റെ വാക്കുകൾ ഇടറിപ്പോയത് അവൾ ശ്രദ്ധിച്ചിരുന്നു. അവൻ ചെയ്ത തെറ്റിന് മാപ്പില്ലാത്തതാണ്. ഇന്നവനതിനെപ്പറ്റി കുറ്റബോധമുണ്ട്. എങ്കിലും നിന്റെ മനസ്സിൽ അവന് സ്ഥാനമില്ലെന്ന് അറിയാം. പക്ഷേ അവനെ തള്ളിക്കളയാൻ എനിക്ക് പറ്റില്ല നിത. അവൻ്റെ തെറ്റിനെ സപ്പോർട്ട് ചെയ്യുകയല്ല. പക്ഷേ അവൻ ഇന്നിങ്ങനെയൊക്കെ ആയത് അവൻ്റെ സാഹചര്യമാണ്. സ്നേഹം അവൻ അറിഞ്ഞിട്ടില്ല. അല്ല, ആരും അവനെ സ്നേഹിച്ചിട്ടില്ല. കാശ് ആവോളം കിട്ടിയിരുന്ന അവനെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനോ ശാസിക്കാനോ ആരും ഉണ്ടായിരുന്നില്ല. ഒന്ന് പനി പിടിച്ച് കിടക്കുമ്പോൾ പോലും അടുത്ത ആരും സഹായത്തില്ലാതെ വളർന്ന അവൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയതിൽ അത്ഭുതമില്ല. അതിൽ നിന്ന് കരകയറ്റാൻ ഞാൻ ഒത്തിരി ശ്രമിച്ചു. എങ്കിലും പരാജയമായിരുന്നു എനിക്ക്. എന്നിരുന്നാലും തല്ലി കളഞ്ഞിട്ടില്ല നിത. ഈ ജന്മം എനിക്കതാവില്ല. നിന്റെ പേരിൽ അവനോട് ഒത്തിരി വഴക്ക് കൂടിയിട്ടുണ്ട്. കാരണം അവൻ്റെ ജീവിതത്തിലേക്ക് നീ വന്നത് മുതൽ എന്നെ കുഞ്ഞു പെങ്ങളായി നിന്നെ കണ്ടിട്ടുള്ളൂ. നിന്നെ വന്ന് കാണുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ തെണ്ടിനെ നാട് കിടത്തി. ഇന്നലെ തിരിച്ചെത്തിയത്. ഇന്നലെ വയ്യാതായത് കൂടെ അറിഞ്ഞപ്പോൾ രാവിലെ തന്നെ ഇങ്ങോട്ട് പോകുന്നതാണ്. ദേഷ്യമാണെങ്കിൽ ഇനിയും ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാൻ പോകുക. എന്നാലും ഈ ഏട്ടനെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ വിളിക്കണം. അവളോട് പറഞ്ഞ് പോകാൻ നിന്നവനെ പിടിച്ചു നിർത്തിയത് കമലമ്മയുടെ വിളിയാണ്. ധൃതി, നീ പോവുകയാണോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോടാ. ദാ മോളെ പാല്, ഇത് കുടിച്ചേ. ഓ, എനിക്ക് വേണ്ട. അല്ലെങ്കിൽ എനിക്ക് ഇറങ്ങില്ല കഴിക്കണമെന്ന് കരുതിയാലും.
വന്നിരിക്കിടക്കിടന്ന് ഷോ കാണിക്കാതെ ഇവിടെ വന്ന് അടുക്കളയിൽ നിന്ന് എഴുന്നേറ്റ് പോകാത്തവൻ്റെ ഡയലോഗ് കേട്ടില്ലേ? ചങ്കിന്ന് ഇറങ്ങില്ല എന്ന്. അതെന്താടാ, നിന്റെ കൊക്കിനാരെങ്കിലും പിടിച്ചോ? കഴിച്ചാൽ തൊണ്ടേന്ന് ഇറങ്ങാതിരിക്കാൻ? കമലമ്മേ, ദേ നിങ്ങളുടെ ബ്ലഡി മോൻ്റെ ഓഞ്ഞ സ്വഭാവം നിങ്ങളും കാണിക്കരുത്. ആ പേരടക്ക സ്റ്റാഫുകളുടെ മുന്നിൽ തന്നെ നാണം കിട്ടുന്ന സ്വഭാവമുള്ളത്. അത് പറഞ്ഞ് ഡൈനിങ് ടേബിളിൻ്റെ അരികിലേക്ക് പോകുന്നവരെ നോക്കി കമലമ്മ പറഞ്ഞു. ഡാ, നീ എന്താ അവിടേക്ക് പോകണേ? പുറത്തേക്കുള്ള വഴി അതല്ലടാ. അതെനിക്കറിയാം. ഇവിടുത്തെ മൂക്കും മൂലയും അവിടെ ഇരിക്കുന്ന ഉറുമ്പന് വരെ എനിക്കറിയാം. ഞാനിവിടേക്ക് വന്നതിനെ നിങ്ങളെ ഇൻസൾട്ട് ചെയ്തു. ഇതിന് ഞാൻ നിങ്ങളുണ്ടാക്കിയ ഫുഡ് മുഴുവൻ തീർത്ത് പ്രതികാരം ചെയ്യും. ഇതാണ് രാജനിയമം, ഇതാണ് എൻ്റെ രാജശാസന. ധ്രുതിയുടെ കളി അറിയില്ലെന്നേ. ഞാനേ ഒരു സംഭവമല്ല, പ്രസ്ഥാനമല്ല, രാജ്യമാണ്, ഒരു കൺട്രി. അത് ഞങ്ങൾക്കും അറിയാം നീ ഒരു കൺട്രിയാണെന്ന്. ധ്രുതിയുടെ പാർസലിൽ എടുത്തടിച്ച് കമലമ്മയുടെ മറുപടി കേട്ട് അറിയാതെ നീത ചിരിച്ചു പോയിരുന്നു. മോള് വാ, ഇവൻ ഇതിനപ്പുറവും പറയും. അവളെ വിളിച്ചു കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ ധ്രുതി അവളുടെ പുഞ്ചിരിയിൽ കിളി പോയ പോലെ നിന്നിരുന്നു. ഡാ, കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കാതെ അവിടെ ഇരിക്ക്, ഞാൻ രണ്ടുപേർക്കുള്ള ആഹാരം എടുത്തിട്ട് വരാം. അത് പറഞ്ഞ് അവളെ ചെയറിലിരുത്തി കമലമ്മ പോയതും അവനവളുടെ അരികിലേക്ക് വന്നു. നിത, തനിക്ക് എന്നോടുള്ള ദേഷ്യം അറിയൂ? വളരെ പാഞ്ഞ ശബ്ദത്തിൽ അവൻ ചോദിച്ചതും അവളിൽ വിരിഞ്ഞ ചെറു പുഞ്ചിരിയായിരുന്നു അവളുടെ മറുപടി. അത് കണ്ടതും അവളെ ഒന്ന് നോക്കിക്കൊണ്ടവൻ ഞൊടിയിടയിൽ പുറത്തേക്ക് ഓടുന്നത് കണ്ട് നിത കാര്യം മനസ്സിലാവാതെ നിന്നു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞതും കണ്ടത് രണ്ട് കയ്യിലും നിറയെ കവറുകളുമായി വരുന്ന ധ്രുതിയാണ്. അവനെ തൊട്ടു പിന്നാലെ വരുന്ന രാഘവട്ടൻ്റെയും ശ്യാമിൻ്റെയും കയ്യിലും നിറയെ കവറുകൾ കണ്ട് നിതയും കമലമ്മയും ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. ഡാ, എന്താടാ ഇത്? അതൊക്കെ പറയാം കമലമ്മ. ആദ്യം നിങ്ങൾ ഇതൊക്കെ ഇവിടെ വാങ്ങി വെച്ചേ. അവൻ്റെ കയ്യിൽ ശ്യാമിൻ്റെയും രാഘവട്ടൻ്റെയും കയ്യിലുള്ള കവറുകൾ കൊണ്ട് ഡൈനിങ് ടേബിളിൽ നിറഞ്ഞിരുന്നു. ഡാ, നീ ഇതൊക്കെ എപ്പോൾ വാങ്ങിയതാടാ? ഞാനേ ഇതൊക്കെ വാങ്ങിയാൽ വന്നേ, പക്ഷെ നീ ഇതെങ്ങനെ പ്രതികരിക്കുന്ന അറിയാത്തത് കൊണ്ട് ഇതെല്ലാം കാറിൽ തന്നെ വെച്ചിരിക്കായിരുന്നു. ഡാ, എന്തിനാ ഇത്രയൊക്കെ വാങ്ങിക്കൂട്ടിയേക്കുന്നതിന്? അത് പിന്നെ ഇവൾക്ക് എന്തെല്ലാം ഇഷ്ടാവുന്ന എനിക്കറിയില്ലല്ലോ, അതാ ഞാൻ എല്ലാതും വാങ്ങിയേ. അതെ, ഇവിടെ കുറേ ഗർഭിണികളൊന്നുമില്ല, ആകെ ഒന്നേ ഉള്ളൂ. ഒരാൾക്ക് കഴിക്കുന്നതിന് പരിധിയൊക്കെ ഇല്ലേ? വേറെ ഒരുത്തനുണ്ട്, എന്ന് വരുമ്പോൾ കുറേ കൊണ്ടുവരും. ഇവിടെ ഉള്ളതിനാണെങ്കിലും ഒന്നും വേണ്ട. എൻ്റെ കമലമ്മേ, ഗർഭിണി ഒന്നാണെങ്കിലും കുഞ്ഞുങ്ങൾ മൂന്നില്ലേ? എല്ലാവർക്കും വിശക്കില്ലേ? അവരുടെ വിശപ്പ് പോറ്റാൻ ഇത്രയൊക്കെ കഴിക്കേണ്ടേ? കഴിക്കണം. എൻ്റെ കൊച്ചതൊക്കെ കഴിച്ചോളൂ. കമലം ഇതൊക്കെ അവിടെ എവിടെയും കൊണ്ടുവച്ചേ, എന്നിട്ട് കഴിക്കാനെടുക്ക്. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അവളുടെ അരികിൽ പോയി നിന്ന് പറഞ്ഞ് അവളെയും കൊണ്ട് ഡൈനിങ് ടേബിളിൻ്റെ അരികിലേക്ക് കൊണ്ടു ചെന്നിരുത്തി. അവൾക്ക് നേരെ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചു. അവൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം വിളമ്പാൻ തുടങ്ങിയിരുന്നവൻ. ഞാൻ വിളമ്പി കഴിച്ചോളാം. അത് വിളമ്പി കഴിച്ചോ, പക്ഷേ ഇന്ന് ഞാൻ വിളമ്പിത്തരും. അവൾക്ക് ഭക്ഷണം വിളമ്പിക്കൊണ്ട് പറയുന്നവനെ തടയാൻ അവൾക്കും തോന്നിയില്ല. ഒരു സഹോദരൻ്റെ സ്നേഹം അത് തട്ടിമാറ്റാൻ അവളുടെ മനസ്സും അനുവദിച്ചില്ല. ധൃതിയോട് സംസാരിച്ചിരിക്കുമ്പോഴാണ് അവിടേക്ക് അശ്വിൻ കയറി വന്നത്. അവനവിടെ കണ്ടതിൽ പെട്ടെന്ന് അവൾ ഞെട്ടിപ്പോയിരുന്നു. പിന്നെ ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കി. അശ്വിൻ, വാടാ. എനിക്ക് വരാമോ നിതാ? വായോ. ഞാൻ നാട്ടിലില്ലായിരുന്നു. താൻ പ്രഗ്നൻ്റാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. ഇപ്പോഴൊന്ന് ഫ്രീ ആയത്, അപ്പോൾ ഒന്ന് വന്ന് കാണാൻ തോന്നി. എന്ത് പറയുന്നു നമ്മുടെ ബേബീസ്? സുഖം. അശ്വിനിരിക്ക്, ഞാൻ കുടിക്കാനെടുക്കാൻ പറയാം. എന്നെ ഗസ്റ്റാക്കി കളയാതെ നിതാ. താൻ ആദ്യം ഇത് പിടിക്ക്. തനിക്ക് വേണ്ടി വാങ്ങിയതാ. കുറച്ച് ഡ്രസ്സും പിന്നെ ഫ്രൂട്ട്സും മറ്റുമാണ്. നിതയ്ക്ക് ഈ സമയത്ത് എന്തൊക്കെയാണ് ഇഷ്ടമെന്ന് അറിയാതെ കാരണം എല്ലാതും വാങ്ങി. അവൾക്ക് നേരെ താൻ വാങ്ങിയ കവറുകൾ നീട്ടി അവന് പറഞ്ഞത് കേട്ട് നിത അവനെ ദയനീയമായി അവനെയും അവൻ്റെ കയ്യിലുള്ള കവറുകളിലേക്കും അവസാനമായി ധ്രുതിയെ ഒന്നുകൂടി നോക്കിയതും അവിടെ ഒരുത്തൻ സോഫയിൽ നിന്ന് വാപതിച്ചിരിക്കുന്നു. ധ്രുതി എന്തിനാ എങ്ങനെ ചിരിക്കണമെന്ന് അറിയാതെ മുഖം ചുളിച്ച് നോക്കി അച്ഛനും മറുപടിയായി ധ്രുതി വിരൽ ചൂണ്ടിയെടുത്തേക്ക് നോക്കി. അവിടെ ധ്രുതി കൊണ്ടുവന്ന കവറുകൾ കണ്ടപ്പോഴേ അവന് കാര്യം മനസ്സിലായി. അവിടേക്ക് വന്ന കമലമ്മ അശ്വിനെ മനസ്സിലാകാതെ നോക്കിയപ്പോൾ ധ്രുതി തന്നെ ബിസിനസ് ഫ്രണ്ടാണെന്ന് പറഞ്ഞ് അവനെ പരിചയപ്പെടുത്തി കൊടുത്തു. അശ്വിൻ്റെ കയ്യിലെ കവറുകൾ കണ്ട് കമലമ്മ ആദ്യം നോക്കിയത് നിധിയായിരുന്നു. അവളുടെ മുഖഭാവം കണ്ട് എല്ലാവർക്കും ചിരി വരുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ഞാൻ തിന്ന് തീർക്കണമല്ലോ എന്നുള്ള അവളുടെ നിൽപ്പ് കാണുന്തോറും ധ്രുതി ചിരി കടിച്ചു പിടിക്കാൻ പ്രയാസപ്പെട്ടു. അവൻ്റെ ചിരി കൂടുന്നതിനനുസരിച്ച് നിധിയിൽ എവിടെയോ നഷ്ടപ്പെട്ട കുറുമ്പും കുസൃതിയും തിരികെ വരുന്നത് തൻ്റെ മുറിയിൽ നിന്ന് ലാപ്ടോപ്പിലൂടെ റാമു കാണുന്നുണ്ടായിരുന്നു. ധ്രുതിയോടും അശ്വിനോടും എല്ലാം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കളിച്ചിരിയോടെയും സംസാരിക്കുന്ന അവളെ കണ്ടപ്പോൾ സന്തോഷവും സങ്കടവും ഒരുപോലെ അവനിൽ നിറഞ്ഞു. അവനറിയാതെ അവൻ്റെ മിഴികളിൽ കണ്ണുനീർ സ്ഥാനം പിടിച്ചു. മിഴികളിൽ കുസൃതി കാട്ടി കളിക്കുന്ന കണ്ണുനീരിനെ തട്ടിക്കളഞ്ഞ് അവൻ ബാൽക്കണിയിലേക്ക് പോയി. ബാൽക്കണിയിലെ ഊഞ്ഞാലിൽ കണ്ണുകളടച്ച് ചാരിയിരിക്കുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് അവളുടെ പല ഭാവങ്ങളും ഓടിയെത്തിയിരുന്നു. അവയിൽ പലതും അവളുടെ കോപത്തോടെ തന്നെ നേർക്ക് നീളുന്ന കത്തുന്ന നോട്ടങ്ങളായിരുന്നു. ഹാളിൽ എല്ലാവരോടും സംസാരിച്ചിരിക്കുമ്പോഴാണ് അശ്വിൻ രാമനെ പറ്റി ആലോചിച്ചത്. മുറ്റത്ത് കാറ് കണ്ടതുകൊണ്ട് ഇവിടെ ഉണ്ടാവുമെന്ന് അറിയാമായിരുന്നു. പക്ഷേ ഇത്ര നേരമായി അവനിവിടേക്ക് പരാതിയായപ്പോഴാണ് അവൻ രാമനെ പറ്റി ചോദിച്ചത്. അവൻ്റെ പേര് കേട്ടതും നിധിയുടെ മുഖം മാറിയതവൻ കണ്ടിരുന്നു. അവൻ മുകളിലുണ്ട്. കമലമ്മ, ഞാൻ കിടക്കട്ടെ. അത് പറഞ്ഞ് ആരോടൊന്നും പറയാൻ നിൽക്കാതെ അവൾ മുറിയിൽ കയറി വാതിലടിച്ചു. അത്ര നേരം അവളിലുണ്ടായിരുന്ന സന്തോഷം എവിടെയോ പോയി ഓടി ഒളിച്ചതുപോലെ തോന്നി അവൾക്ക്. മിഴികളിൽ നിന്നും എന്തിനാണെന്ന് അറിയാതെ കണ്ണുനീർ ഒലിച്ചിറങ്ങി കവളിൽ മുത്തമിട്ട് കഴുത്തിലേക്ക് ഊർന്നിറങ്ങി. വാരിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ അനക്കമായിരുന്നു അവളെ തിരിച്ചു കൊണ്ടുവന്നത്.
അവളുടെ പ്രസൻസ് അറിഞ്ഞതും അവളിൽ സന്തോഷം വന്ന് പൊതിയുന്നത് അവൾ അറിഞ്ഞു. ഒരമ്മയുടെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ അവൾ തൻ്റെ വയറിന് മേലെ കൈകൾ ചലിപ്പിച്ചു. ആ അമ്മയുടെ സങ്കടം അറിഞ്ഞ പോലെ അവരവരുടെ അമ്മയുടെ സങ്കടം മാറ്റാനായി അമ്മയെ സന്തോഷിപ്പിക്കാൻ തുടങ്ങി. മക്കളുടെ പ്രസൻസിൽ അവൾ കൂളായിരുന്നു. പതിയെ ബെഡിൻ്റെ ഹെഡ് ഡ്രസ്സിലേക്ക് ചാരിയിരിക്കുമ്പോൾ അവളുടെ മനസ്സിൽ നിറയെ തൻ്റെ മക്കൾ മാത്രമായിരുന്നു. താനും കുഞ്ഞുങ്ങളും മാത്രമുള്ളൊരു ലോകം. നീത ഒന്നും പറയാതെ പോയതും അശ്വിൻ അവനെ പറ്റി ചോദിക്കേണ്ടല്ലെന്ന് തോന്നി. ഡാ അശ്വിൻ വാ, അവൻ മുകളിലുണ്ട്. അവളോടുള്ള കാരണമാവും അവനിടേക്ക് വരാത്തത്. നീ വന്നതൊക്കെ കണ്ടിട്ടുണ്ടാവനെ. സെക്കൻഡ് ഫുൾ സെറ്റപ്പാണ് മോനെ. സ്വന്തം പ്രോപ്പർട്ടിയെ കാണാനായി ഫുൾ ക്യാമറ ഇവിടെ മുഴുവന്. ഒരു ചിരിയോട് അശ്വിൻ്റെ മൂഡ് മാറ്റാനായി ധൃതി പറഞ്ഞു. അവൾക്കറിയോ? എവിടെ അറിയാൻ? അറിഞ്ഞാൽ പിന്നെ അവളോട് തന്നെ പോകും. അവളും കമലയും ഒരിക്കൽ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവൻ ചെയ്തതാ. അവൾക്കിനി ഒരു മാറ്റം ഉണ്ടാവില്ലേ? പിന്നെ പണ്ടത്തെ പോലെ അവൾ കാണിച്ചു കയറാനൊന്നും പോകില്ല. പക്ഷെ ചെകുത്താന് കുരിശ് കണ്ട പോലുള്ള മുഖഭാവമാണ്. അവനെ നീളവട്ടം കണ്ട അവന് മുഖം കൊടുക്കാതെ അവൾ പോകും. പക്ഷെ മുന്നിൽ ചെന്ന് വീണ അവളുടെ സകല കൺട്രോളും പോകും. ആകെ ദേഷ്യപ്പെടും. പിന്നെ എന്താന്ന് വെച്ചാൽ റാമിനിപ്പോൾ നല്ല മാറ്റമുള്ളത് കൊണ്ട് അവൻ വഴക്കിന് നിൽക്കില്ല. അവൾ എന്ത് പറഞ്ഞാലും ഇത് പറയില്ല. അവന് പേടിയാ. അവനോടുള്ള വാശിക്ക് അവനെ വിട്ട് പോകുമെന്ന്. അതുകൊണ്ട് അവളെ ദേഷ്യപ്പിടിക്കാനായി അവൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടാവില്ല. പാവുണ്ടല്ലേ? പാവമൊക്കെ തന്നെയാണ്. ചിലപ്പോൾ സങ്കടവും തോന്നും. പക്ഷേ അവൻ ചെയ്തതോടാ. അവളെ കെട്ടിയതിന് ശേഷമെങ്കിലും അവൻ്റെ സ്വഭാവം മാറ്റി. അവളായി വഴക്കുണ്ടാക്കിയും ബഹളം വെച്ചും മറ്റു പെണ്ണുങ്ങളോട് കൂടെ കൂത്താടിയും ജീവിച്ച് അവനെ സ്നേഹിക്കാൻ പറയാൻ പറ്റും നമുക്ക്. ഇനി അവൾ തന്നെ വിചാരിക്കണം അവൾക്കായി മാറ്റം വരണം. അല്ലാതെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായാൽ പോകെ പോകെ മാറ്റം വരുന്നു പ്രതീക്ഷിക്കാം. അവൻ്റെ റൂമിലേക്ക് നടന്നു ചെന്നുകൊണ്ട് ധൃതി പറഞ്ഞിരുന്ന ഓരോ കാര്യവും സത്യങ്ങൾ മാത്രമായിരുന്നു. റൂമിൽ അവനെ കാണാതെയായതും ചുറ്റും വന്ന് കണ്ണൊഴിച്ച് ധൃതി ബാൽക്കണിലേക്ക് പോകുന്നത് കണ്ട് അശ്വിനും അവൻ്റെ പിന്നാലെ പോയി. അവിടെ ഊഞ്ഞാലിൽ കണ്ണിന് കുറുകെ കൈകൾ മറച്ചു കിടക്കുന്ന റാമിനെ ഒരു നിസ്സഹായതയോടെ അവർ നോക്കി. ഡാ മോനിവിടെ സാച്ചാണോ? എന്താ ഇപ്പോഴും നൈറ്റ് ഡ്യൂട്ടി ഉണ്ടോ? ഇങ്ങനെ ഉറക്കം പോകാൻ? പോടാ, ഞാനിവിടെ കിടന്നപ്പോൾ അറിയാതെ മയങ്ങിപ്പോയി. അശ്വിൻ വന്ന് ഞാൻ കണ്ടിരുന്നു. എന്നിട്ടെന്താ നീ താഴേക്ക് വരാഞ്ഞേ? അതശ്വിൻ പറഞ്ഞു വിഷമിക്കണ്ട. ധൃതി പറഞ്ഞല്ല. എന്താ റാം ഇതൊക്കെ? ഇനി എന്നാ മാറാം? നിങ്ങളുടെ ഇടയിലേക്ക് ഇനി മക്കൾ കൂടി വരുമ്പോൾ അറിയില്ല അശ്വിൻ. എനിക്ക് ഞാൻ ചെയ്ത തെറ്റുകൾ ബാക്കി പറയാനാവാതെ റാം കുഴഞ്ഞു. ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല റാം. ഇനിയെങ്കിലും ആ നഷ്ട ജീവിതം തിരഞ്ഞെടുക്കാതെ നോക്ക്. നിധിയെ കാണാൻ തോന്നിയതുകൊണ്ട് വന്നതാ ഞാൻ. പിന്നെ പല ബിസിനസ് കാര്യങ്ങളും സംസാരിച്ച് അവിടെ തന്നെ ഇരിക്കുമ്പോഴാണ് സീറ്റ് ഔട്ട് ഗാർഡനിൽ ഇരിക്കുന്ന നിധിയെ കണ്ടതും 3 പേരും അവളെ ഒന്ന് നോക്കി. പിന്നെ റാമിനെ ഒന്ന് നോക്കിയതും അവൻ്റെ മിഴികൾ അപ്പോഴും അവളിൽ തന്നെയായിരുന്നു. റാം എന്നാൽ ഞാൻ ഇറങ്ങുക. അവളോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങും. ശരിയടാ, ഞാൻ താഴേക്കില്ല. ഓക്കേടാ. റാമിനോടായി യാത്ര പറഞ്ഞ് താഴേക്ക് ചെല്ലുമ്പോൾ കണ്ടു ഗാർഡനോട് ചേർന്നിരിക്കുന്ന നിധിയെ. അവളുടെ മുഖത്ത് വിഷമം കണ്ടപ്പോൾ അശ്വിന് സങ്കടമായി. അത് കണ്ട് ഒന്നുമില്ലെന്ന രീതിയിൽ ധൃതി കണ്ണുകൾ ചിമ്മി കാണിച്ചു. 2 പേരും അവൾ അരികിലേക്ക് നടന്നു. നീത, താൻ ഇവിടെ വന്നിരിക്കണോ? ഞങ്ങൾ ഇറങ്ങാട്ടോ. നീത, തനിക്ക് വിഷമായോ? എന്തിന്? അതിന് ധൃതിയുടെ കയ്യിൽ ഉത്തരമില്ലായിരുന്നു. നീത, തനിക്ക് റാമിനോട് ക്ഷമിക്കാൻ പറ്റില്ലേ? അശ്വിൻ നേരിയ ശബ്ദത്തിൽ ചോദിച്ചതിന് പരിഹാസം കലർന്നൊരു പുഞ്ചിരിയായിരുന്നു മറുപടി.